നമ്മുടെ അവർക്ക് പുറത്ത് അടുപ്പുണ്ട് കേട്ടോ. അതായത് മീൻകറിയും ഇറച്ചി അങ്ങനെയൊക്കെ ഉണ്ടാക്കാനും പുറത്ത് ചേച്ചി അടുപ്പുണ്ടാക്കിയതാണ് കേട്ടോ. അത് നല്ല കണ്ടോ, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ബാഗ് പിടിച്ചിറങ്ങുന്നത്. ഷൊർണൂരെത്തി. ഇനി ഞങ്ങൾ ബസ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഞാനും കിച്ചുമോളും തത്തയും കൂടി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണല്ലേ കിച്ചുമോളെ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ വാണിയമ്പലത്തിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറുന്നത് കേട്ടോ. ഷൊർണൂർ വരെയാണ് ഞങ്ങൾ ട്രെയിനിന് പോണത്. അവിടുന്ന് ഞങ്ങൾ ഒറ്റപ്പാലത്തേക്കുള്ള ഒരു ബസ് കയറും. ഒറ്റപ്പാലത്തേക്ക് ഉണ്ണി വരും കേട്ടോ, വണ്ടിയും കൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഏതായാലും ഷൊർണൂർ എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒറ്റയ്ക്കുള്ള, അതായത് മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഏട്ടൻ കൊണ്ടുവരാനായിട്ട് വരലാണ്, അങ്ങനെയാണ് പോവൽ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഷൊർണൂർ വരെ ഞങ്ങൾ ട്രെയിനിന് വന്നോളാമെന്ന് പറയുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഷൊർണൂർ എത്തിയിട്ട് പിന്നെ ഇറങ്ങിയിട്ട് റോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് നടന്ന് അങ്ങനെ പോവുകയാണ്. പിന്നെ അപ്പോൾ ഒറ്റപ്പാലത്തേക്ക് ഒരു ബസ് ഞങ്ങൾ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറ്റപ്പാലത്ത് പിന്നെ ഉണ്ണി വന്ന് നിൽക്കും കേട്ടോ. അവൻ വന്ന് വണ്ടിയും കൊണ്ട് വരും. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ തത്ത പുറകിൽ സീറ്റിലുണ്ട്, ഞാനും കിച്ചുമോളൊരു സീറ്റിലിരുന്നു കേട്ടോ. അങ്ങനെ ഒറ്റപ്പാലെത്തി ഒരു 10 മിനിറ്റ് നിന്നപ്പോഴത്തേക്കും ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണി വന്ന് വണ്ടിയിൽ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. പിന്നെ പോണ വഴിക്ക് ചേച്ചി കുറച്ച് മസാലപ്പൊടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഉണ്ണി അവിടെ വണ്ടി നിർത്തി. ഇവർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ. ക്ലാസിക് സ്പൈസ് എന്ന് പറഞ്ഞിട്ടൊരു സ്പൈസസ് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾക്കും മുമ്പ് ഇവിടുന്ന് ഇതുപോലെ വീട്ടിലേക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവിധ മസാല പൗഡറുകളും പൊടികളും അങ്ങനെ പയർ ഐറ്റംസ് എല്ലാം ഉണ്ട്. നല്ല പിന്നെ മസാലപ്പൊടികളാണ് കേട്ടോ അവരുടേത്. മുമ്പ് ഏട്ടൻ വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരും ചേച്ചിയൊക്കെ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ വാങ്ങിക്കണേ. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ. നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ, വീട്ടിലേക്കല്ലേ പോണേ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോണ വഴിക്ക് ഉച്ചക്കത്തേക്ക് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ പറഞ്ഞ് വെട്ടാനേൽപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. കിച്ചുവും തത്തയും വൈറ്റ് ടോപ്പും അതുപോലെ തന്നെ ഞങ്ങൾ 3 ആളും നീല ജീൻസും കൂടെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തത്ത പറയേണ്ട അമ്മയും കൂടെ ഒരു വൈറ്റ് ഇടുകയായിരുന്നെങ്കിൽ 3 ആളും ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു വീട്ടിലെത്തി. അപ്പോൾ ചേച്ചി ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് എന്നാൽ ഇഡ്ഡലി വേണ്ടെങ്കിൽ പൊറോട്ട വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് ഉണ്ണി പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ ചായക്ക് ചേച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് ചായയുടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഉച്ചക്കത്തേക്കുള്ള മീൻ കറിയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോറ് ചേച്ചി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അമരയാണ് കേട്ടോ, അമരന്നല്ല പറയുക,
പയറുപ്പേരിക്കാണ്. പിന്നെ മീൻകറി ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയും തുടങ്ങി. ചേച്ചി മീനൊക്കെ നമ്മൾ വെട്ടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കഴുകിയാൽ മതി. അപ്പോഴത്തേക്കും ഞാൻ തേങ്ങയൊക്കെ ചിരകാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇരുന്ന് ഇങ്ങനെ ചിരകണ അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടികളിലാണ്. പിന്നെ ഇതാ മീൻകറി ചേച്ചി വെക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇവിടുത്തെ ഒരു നല്ല മുളക് ഉണ്ടാവും കേട്ടോ, നല്ല സ്പൈസി ആയിരിക്കും മീൻകറി, നല്ല ടേസ്റ്റുമാണ്. ഇത് തേങ്ങ അരച്ചിട്ടാണ് വെക്കണത്. അപ്പോൾ ആ മീൻകറി കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്ക് കപ്പയും കൂടെ വേണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറമ്പിൽ കപ്പയും വാഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി പറയുന്നുണ്ട് കപ്പയൊക്കെ പോയിട്ടുണ്ട്, പന്നികൾ കുത്തിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനൊന്ന് പോയി നോക്കിയതാണ്, മക്കളും ഞാനും കൂടെ പോയി നോക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഞങ്ങൾ പറിച്ച് നോക്കട്ടെ, ഉണ്ടെങ്കിൽ എന്നാൽ കപ്പേൻ്റെ കൂടെ ഒരു വലിയൊരു കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയാൻ ഒറ്റ കിഴങ്ങ് കൊണ്ടുവരുന്നില്ല. ഒരു ചെറിയൊരു കനം കുറഞ്ഞൊരു കപ്പക്കിഴങ്ങ് കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. അത് വെറുതെ ഇങ്ങനെ പച്ച തിന്നാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനത് പറിച്ചൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇളക്കി. പക്ഷേ അത് എടുത്തില്ല ഞാൻ. പിന്നെ അങ്ങനെ ചേച്ചി വാഴക്കൊല ഉണ്ടോ നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളത് ഞാൻ മറന്നു നോക്കാൻ കേട്ടോ. ഒന്ന് പഴുത്തത് അടുക്കളയിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് അങ്ങനെ മൈസൂർ പഴം ആയതുകൊണ്ട് വലിയൊരു താല്പര്യം ആയിരിക്കില്ല. പൂവമ്പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തിന്നീർക്കും മക്കൾ. അപ്പോൾ അത് ഒരൊറ്റ ചെറിയ കിഴങ്ങാണ് കേട്ടോ കിട്ടിയത്. അതായാലും അത് വെറുതെ അങ്ങനെ എടുത്തു പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ മീൻകറി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു മീൻകറീൻ്റെ കൂടെ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ കപ്പ എപ്പോഴും ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ മീൻകറി കണ്ടപ്പോഴാണ് കപ്പ തിന്നാൻ കൊതിയായത് കേട്ടോ. ചോറിനേക്കാളൊക്കെ എപ്പോഴും ഇഷ്ടം മീനിൻ്റെ കൂടെ കപ്പ തിന്നാനാണ്, മീൻകറീൻ്റെ കൂടെ കപ്പ തിന്നാൻ. അപ്പോൾ ഒരു 3-4 എന്താ പറയുക കപ്പ നട്ടൊക്കെ ഞങ്ങൾ പറിച്ച് നോക്കിയിട്ട് അതിലൊന്നുമില്ല. പിന്നെ വെറുതെ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ കളച്ചുകൊണ്ട് നിന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ കുറേ സംഭവം അതിലൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ നട്ടത് എല്ലാം പന്നികൾ എന്നാണോ പറഞ്ഞത്, അതോ എന്താ പെരിച്ചാഴിയെന്നോ എന്തോ പറഞ്ഞു, എന്തോ തിന്നോ പറഞ്ഞു ചേച്ചി. അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ എന്നാൽ ഞങ്ങളിനി അങ്ങോട്ട് തന്നെ പോവുകയാണ്. കിട്ടിയ ചെറിയൊരു കപ്പേൻ്റെ ഒരു കിഴങ്ങുണ്ടല്ലോ, അത് ഞാൻ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ്. അതായത് ഒരുപാട് വണ്ണല്ലാതെ കനം കുറഞ്ഞ കപ്പ. ഇനി ബാക്കിയുള്ളത് ഞാൻ കഴുകട്ടെ കേട്ടോ. കഴുകിയിട്ട് അതിൽ മണ്ണിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഞങ്ങൾ 3 ആളും കൂടി അങ്ങോട്ട് എടുത്ത് കഴിക്കും. അപ്പോൾ കുറേ കാന്താരി മുളകുണ്ട് ചേച്ചി അവിടെ നട്ടിട്ട്. അതുപോലെ ഒടങ്കൊല്ലി മുളക് എന്ന് പറയും, നല്ല വണ്ണുള്ള മുളകാണ്. അത് നല്ല എരിവായിരിക്കും, ഒരു ഉണ്ടമുളക്. തിരുവനന്തപുരത്തൊക്കെ ആ ഒരു മുളകുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അവിടുന്ന് കൊടുന്ന് നട്ടതാണ് തോന്നുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതാ കിച്ചുമോള് ക്യാമറയൊക്കെ പിടിച്ച് മുന്നിൽ കൂടെ നടന്ന് പോകാനിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ആ കപ്പത്തണ്ടൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ചെറുതാണെങ്കിലും അതൊന്ന് കഴുകട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കൂട്ടുകാരെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് നമ്മളിവിടെ വന്ന ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമ്മളിവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ചേച്ചി അപ്പോഴത്തേക്കും ഞങ്ങൾ കപ്പയൊക്കെ നോക്കാൻ പോയി വന്നപ്പോഴത്തേക്കും മീൻകറിയൊക്കെ പുറത്ത് അടുപ്പിൽ തീയൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മീൻകറി ആണെങ്കിലും അതുപോലെ ചിക്കനും അങ്ങനെയൊക്കെ ആണെങ്കിലും അതുപോലെ ചോറൊക്കെ ഇവിടെ പുറത്തൊരടുപ്പ് ചേച്ചി വെറുതെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അകത്ത് കുറേ കൊണ്ട് പരിക്കുകൾ തീരുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിറകുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തടുപ്പിലാണ് അതൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായി ചേച്ചി അതിലേക്ക് വറവിട്ട് കൊഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല നാരങ്ങച്ചാറ് ഇരിക്കുന്നുണ്ട്. പിന്നെ അമരപ്പയർ ചേച്ചി തോരൻ വെച്ചിട്ടോ, തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരൻ വെച്ചു. മീൻകറീൻ്റെ കളറ് കണ്ടോ, ഭയങ്കര സ്പൈസിയാണ്, അതേപോലെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് മീൻ. പിന്നെ തോരനും ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ TV തുറന്ന് വെച്ചിട്ടുണ്ട്, മക്കൾ TV ഒക്കെ കണ്ടുകൊണ്ടാണ് ചോറുണ്ണണേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെ മതി എന്നുള്ളതാണ്. കാരണം നമ്മൾ അടുത്ത ഡേ ഉഷാറാക്കും. അപ്പോൾ ഇതാ കിച്ചുമോള് വലിയച്ഛൻ്റെ തലയിൽ ഡൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നരച്ച മുടിയൊക്കെ നമ്മൾ കറുപ്പിച്ചെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അവർ വലിയച്ഛനും മക്കളെല്ലാം കൂടെ കൂടിയിട്ട് ചേച്ചീൻ്റെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നാരങ്ങയാണ് കേട്ടോ. അതിപ്പോൾ എന്താ മാതള നാരങ്ങ എന്താ പറയുക, വലിയ നാരങ്ങ. പിന്നെ അതാ 2-3 വിധം 2 ഐറ്റംസ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ്. അപ്പോൾ ചായേൻ്റെ കൂടെ കഴിക്കാൻ കുറേ മിച്ചറും വേറെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കും ഒന്നും വേണ്ട, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കേക്ക് ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ. അതൊക്കെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ പ്ലം കേക്ക് 2 ഐറ്റം ഏട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മേശപ്പുറത്ത് വെച്ചതാണ്. പക്ഷേ
ആർക്കും ഓരോ സാധനങ്ങളും ഇങ്ങനെ കഴിച്ചിട്ട് ആർക്കും വേണ്ട. പിന്നെ ഞാനത് എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. പിന്നെ ഇവിടുത്തെ എല്ലാവരെയും കാണിക്കാത്തത് അങ്ങനെ ആർക്കും വലിയൊരു താല്പര്യമില്ല കേട്ടോ വീഡിയോൻ്റെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരും നിർബന്ധിച്ച് അങ്ങനെ എല്ലാവരും ഫേസ് ഒന്നും എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ടി വി കണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളിവിടുത്തെ ക്രിസ്മസിൻ്റെ അപ്പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതും ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തി. പാട്ടൊന്നും പിന്നെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് നേരം അതും കണ്ടു, അതൊക്കെ അങ്ങോട്ട് ഉൾപ്പെടുത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോ വിശേഷങ്ങൾ, ഫസ്റ്റ് ഡേ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടു കിടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. കിച്ചുമ്പോളും മുടിയൊക്കെ കെട്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളുടെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.